ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മാപ്പ് കൊടുക്കലിന്, മാപ്പ് സ്വീകരിക്കലിന് എന്ത് സുഗന്ധമാണ്. അതുപോലെ ഹൃദയഹാരിയായ മറ്റൊരനുഭവം നമുക്ക് സ്വീകരിക്കാനില്ല. മാപ്പ് കൊടുക്കലിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ധ്യാനിക്കാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത്. വിക്ടർ ഹ്യൂഗോയുടെ വിശ്വവിഖ്യാത നോവലായ പാവങ്ങളിൽ ഒരു കഥാപാത്രമുണ്ട്, നിയമപാലകനായ ഴാവേർ. ഒരു കുറ്റവാളി എന്നും കുറ്റവാളിയായിരിക്കുമെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന, നിയമത്തിൻ്റെ അക്ഷരങ്ങളെ തെറ്റാതെ പാലിക്കാനും നടപ്പിലാക്കാനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യൻ. ആ നോവലിൽ ആദ്യം ഴാവേറിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം മുതൽ നമ്മൾ അദ്ദേഹത്തെ വെറുത്തു തുടങ്ങും. കാരണം ആരോടും കരുണ കാണിക്കാത്തവൻ, നിയമത്തിൻ്റെ അക്ഷരങ്ങളെ മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കഠിന ഹൃദയം. നിൻ്റെ മുഴുവൻ പാപങ്ങളെയും ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവെന്ന ദീഞ്ഞിലെ മെത്രാൻ്റെ വാക്ക് കേട്ട് പാപത്തിൻ്റെ എല്ലാ വഴികളിൽ നിന്നും മാറി പുണ്യത്തിൻ്റെ കൊടുമുടി കയറുന്ന ഴാങ് വാൽ ഴാങ് എന്ന കഥാപാത്രത്തെ ഈ ഴാവേർ ഒരു വേട്ടപ്പട്ടിയെ പോലെ പിന്തുടരുന്നത് ആ നോവലിൽ നാം കാണും. പുണ്യത്തിൻ്റെ വഴികളിലേക്ക് മാറി നടന്ന ഴാങ് വാൽ ഴാങ്ങിനെ ജീവിക്കാൻ അനുവദിക്കാതെ പിന്തുടർന്ന് നിരന്തരം വേട്ടയാടി പലതവണ അറസ്റ്റ് ചെയ്യുന്ന ഴാവേർ നമ്മുടെ ഉള്ളിൽ വെറുക്കപ്പെട്ട ഒരാളായി വളരെ വേഗം മാറും. ഒടുവിൽ ഴാങ് വാൽ ഴാങ്ങിനെ പിന്തുടർന്ന് പാരീസിലെ വഴിക്കോട്ടയിലെത്തുന്ന ഴാവേർ പിടിക്കപ്പെട്ടു. വിപ്ലവകാരികൾ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷ നടപ്പിലാക്കുന്നതിനായി ഏൽപ്പിച്ചത് ഴാങ് വാൽ ഴാങ്ങിനെയാണ്. ഴാവേറിനെയും കൂട്ടിക്കൊണ്ട് ഴാങ് വാൽ ഴാങ് പാരീസിൻ്റെ ജീവനാഡിയായ സെയിൻ നദിക്കരയിലെത്തി. അദ്ദേഹത്തിൻ്റെ മുഖാവരണവും കയ്യിലെ കെട്ടുകളും അഴിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, പോവുക, ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഒരു അശനിവാദം പോലെ തൻ്റെ മേൽ നിപതിച്ച ആ മഹാകാരുണ്യത്തെ വിശ്വസിക്കാൻ ഴാവേറിനായില്ല. ആ നിമിഷം അയാൾ ഇല്ലാതെയായി. ഴാവേർ ചോദിച്ചു, ഈ കണ്ട കാലം അത്രയും ഞാൻ നിങ്ങളെ വിടാതെ പിന്തുടർന്ന് ഉപദ്രവിച്ചിട്ടും നിങ്ങളുടെ പല പദ്ധതികളെയും തകർത്തിട്ടും നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാനാവുമോ? ഒരു വാക്കുപോലും ഉരിയാടാതെ ഴാങ് വാൽ ഴാങ് തിരിച്ചു നടക്കുമ്പോൾ ഴാവേർ സെയിൻ നദിയിലേക്ക് എടുത്തു ചാടി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഈ നിമിഷം മുതൽ നമ്മൾ ഴാവേറിനെ സ്നേഹിക്കാൻ തുടങ്ങും. കാരണം നിയമത്തിൻ്റെ കാർക്കശ്യം വിട്ട് ഒരു മനുഷ്യൻ്റെ സാധാരണ നിലയിലേക്ക്, കരുണ സ്വീകരിച്ചവൻ്റെ എളിമയിലേക്ക് ഴാവേർ മടങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്കെന്ത് ആശ്വാസമാണ്. ഒരുപക്ഷെ നദിയിലേക്ക് എടുത്തു ചാടുന്ന ഴാവേർ ആ പഴയ നിയമപാലകനായ കുറ്റവാളിയെ മാത്രം കാണുന്ന പ്രാകൃതനായ മനുഷ്യനാണ്. അവിടെ നിന്ന് ഇനി ഉയർന്നു വരാൻ പോകുന്നത് കരുണ കൊണ്ട് ഹൃദയം തണുത്ത, പുതിയ ചിന്തകളെ സ്വീകരിച്ച ഒരു ഴാവേറിൻ്റെ ആത്മാവായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന രണ്ടാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ എപ്രകാരമാണ് സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുക്കേണ്ടതെന്ന് അതിമനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളോട് എത്ര കഠിനമായ തെറ്റ് ചെയ്താലും നിങ്ങളുടെ സഹോദരന് നിങ്ങൾ മാപ്പ് കൊടുക്കണം. അവന് മാപ്പ് കൊടുത്താൽ പോരാ, അവനെ ആശ്വസിപ്പിക്കണം. നിങ്ങളുടെ സ്നേഹം എന്നും അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് നാം അവർക്ക് ഉറപ്പ് കൊടുക്കണം. കാരണം നിന്നോട് തെറ്റ് ചെയ്തവൻ അഗാധമായ ദുഃഖത്തിലായിരിക്കും. നിൻ്റെ മാപ്പ് കൊടുക്കലുകൊണ്ട് മാത്രം അവന് തൃപ്തി കൈവരണമെന്നില്ല. അതുകൊണ്ട് മാപ്പ് കൊടുക്കുമ്പോൾ, നിന്നോട് തെറ്റ് ചെയ്തവന് നീ മാപ്പ് കൊടുക്കുമ്പോൾ അവൻ അത്യഗാധമായ ദുഃഖത്തിൽ നിവദിക്കാതിരിക്കാനായി നീ അവനെ ആശ്വസിപ്പിക്കണം. നിൻ്റെ സ്നേഹം എന്നും അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷവും പരിചയപ്പെടുത്തുന്നത് അതിമനോഹരമായ ഒരു മാപ്പ് കൊടുക്കലിൻ്റെ രംഗത്തെക്കുറിച്ചാണല്ലോ. ധൂർത്തപുത്രന് പിതാവ് കൊടുക്കുന്ന ഒരു വലിയ മാപ്പ്. വഴിതെറ്റി അലഞ്ഞ തൻ്റെ പുത്രൻ മടങ്ങി വരുമ്പോൾ ആ മകൻ്റെ കുമ്പസാരത്തിൽ ശ്രദ്ധിക്കാതെ എന്തൊക്കെയാണ് അവന് നഷ്ടപ്പെട്ടു പോയതെന്ന് വേവലാതിയോടെ അന്വേഷിക്കുന്ന, അതെല്ലാം തിരികെ കൊടുക്കുന്ന ഒരു പിതാവിനെ ഈ കഥയിൽ നമ്മൾ കാണും. നഷ്ടപ്പെട്ടു പോയ മകനെ കാത്തിരിക്കുന്ന പിതാവ് ദൈവമാണെന്നും സ്വന്തം വഴികളിലൂടെ അലഞ്ഞു നടന്ന മകൻ നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. അത് നമ്മുടെ അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഓരോ കുമ്പസാരക്കൂടും കാത്തിരിക്കുന്നത് നമ്മുടെ നഷ്ടങ്ങളെ പരിശോധിക്കാനാണ്. നാം ഏറ്റുപറയുന്ന പാപങ്ങളുടെ, നമ്മൾ വഴി വന്നു ചേർന്ന അധർമ്മങ്ങളുടെ തീവ്രത അളക്കാനല്ല. ഓരോ കുമ്പസാരക്കൂടും കാരുണ്യത്തിൻ്റെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ്. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ കുമ്പസാരക്കൂടുകളിൽ നമ്മെ കാത്തിരിക്കുന്ന ആ മഹാകാരുണ്യത്തെ നമുക്ക് പ്രത്യാശയോടെ ഓർക്കാം. ഒപ്പം മാപ്പ് കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പടിക്കൽ നമ്മൾ ആരെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ, അവരുടെ നഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ,
അതിനെയെല്ലാം പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ. മാപ്പ് കൊടുക്കലിൻ്റെ ആനന്ദം ഈ നോമ്പിൻ്റെ യഥാർത്ഥ ലഹരിയാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.